കാനഡയിൽ ആയിരക്കണക്കിന് ആളുകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് PGWP എക്സ്പയർ ആയതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എക്സ്പയർ ആകാൻ പോകുന്നതിൻ്റെ ഭാഗമായി അനേകം ആളുകൾ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് റിന്യൂ ചെയ്യാനായിട്ട് അപേക്ഷകൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ തള്ളിക്കയറ്റമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ആ അപേക്ഷകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ IRCC ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഫ്രോഡ് പരമായ രീതിയിൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ സ്വന്തമായി വർക്ക് പെർമിറ്റ് ഉണ്ടാക്കിയെടുത്ത് തന്നെ റോങ് വർക്ക് പെർമിറ്റ് അപേക്ഷകളും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്താണ് ഇപ്പോൾ റിന്യൂവലിന് അപേക്ഷകൾ പല ആൾക്കാരും അയച്ചിരിക്കുന്നത്. അത് IRCCയുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയുള്ള അപേക്ഷകൾ ഇപ്പോൾ അവർ കൂട്ടത്തോടെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്ത പല ആളുകളുടെയും അപേക്ഷകളെ ഇത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ അപേക്ഷകളും അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും റിവ്യൂ ചെയ്ത് അവർ അതിനൊരു ഉത്തരം കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പിടിച്ചെടുത്തതായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ജീവിതം തന്നെ ഏതാണ്ട് കാനഡയിൽ അസ്തമിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. അതാണ് IRCC ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത. IRCC തന്നെയാണ് ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയ ആളുകൾക്ക് ഒരു ആശ്വാസമായി അത് കൂളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് ഇവിടെ തുടരാനുള്ള, ഈ രാജ്യത്ത് തുടരാനുള്ള അവരുടെ ആ ഒരു സ്റ്റാറ്റസ് പുതുക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നത്. എന്നാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IRCC സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ നിലയിലും അവരുടെ വാതിലുകൾ പൂട്ടിക്കൊണ്ട് തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുക. അതുമാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഇനിയും കാനഡയിലേക്ക് കാലുകുത്താൻ പറ്റാത്ത തരത്തിലാണ് അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിയാണ്, അപേക്ഷകൾ എക്സ്പയർ ആകാൻ വളരെ അടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യം എല്ലാവരും ടെൻഷൻ അടിപ്പിക്കുന്നതാണ്, വെപ്രാളപ്പെടുത്തുന്നതാണ്. എന്നിരുന്നാലും നല്ല രീതിയിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ആളുകളുണ്ട്. എന്നാൽ പല ആളുകളും സ്വന്തമായി തന്നെ വർക്ക് പെർമിറ്റ് ഉണ്ടാക്കി വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് പല ആളുകളും ഇപ്പോഴും IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് പിടിച്ചെടുത്തിരിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിപരമായിട്ട് അവരെ വിസിറ്റിംഗ് വിസ കാറ്റഗറിയിലേക്ക് അവരുടെ സ്റ്റാറ്റസ് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെയും അവർ നിരീക്ഷിച്ചു വരിക മാത്രമല്ല, എന്നേക്കുമായിട്ട് ഈ രാജ്യത്തിൽ നിന്ന് നാട് കടത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് IRCCയുടെ ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റ്. അതുകൊണ്ട് ലോയേഴ്സ് ഉൾപ്പെടെയുള്ള പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതുവരെയും കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒരല്പം നിങ്ങൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നിങ്ങളുടെ അപേക്ഷകളും നിങ്ങളുടെ വർക്ക് പെർമിറ്റിനുള്ള എക്സ്റ്റൻഷനും അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും നിങ്ങൾ കൊടുത്താൽ അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു PR കിട്ടാനുള്ള സാധ്യത തന്നെ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. പക്ഷേ ഉള്ളതും കൂടെ ഇല്ലാതാക്കരുതേ എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം. ഐ ആം സൈമൺ റെക്സി ജോയ്. ബൈ.